ഈ ഒരു സിനിമ പോലെ ഒരു നോവൽ എന്നാണ് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. ഈ രണ്ട് നോവലുകളും അപ്പം ഒജോയും വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദിയും എനിക്ക് പൂർണ്ണമായിട്ട് വായിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു പ്രേക്ഷകരോട്. പക്ഷേ അത് വായിച്ച നിരവധി സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് അനായാസം വായിച്ചു പോകാവുന്ന ഒരു ഫീൽ ഗുഡ് തരുന്ന ഒരു നോവലാണ് എന്നാണ്, ഒരു സിനിമ പോലെ വായിച്ചു പോകാവുന്ന നോവലാണ് എന്നാണ്. അപ്പോൾ അതിനൊരു പുരസ്കാരം കിട്ടുമ്പോൾ ഈ റാം എന്നുള്ളതൊരു പക്ഷേ പാരയായിട്ടുണ്ടാവുമോ? ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ നോവൽ വായിക്കാതെ? എനിക്ക് ദൈവത്തിന്റെ പേരായിട്ടല്ല, റാം എന്ന് പറയുന്നത്, എനിക്കിപ്പോ 96 സിനിമ കണ്ടാലും അതിൻ്റെ അകത്തൊരു റാമുണ്ട്. എനിക്ക് ആ പേരിനോട് ഇഷ്ടമാണ്. പിന്നെ ഈ ആനന്ദി എന്ന് പറയുന്ന ഒരു പേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു പോസിറ്റീവ് തോന്നുന്ന, അതിന്റെ കവർ എടുത്താൽ തന്നെ അതിന്റെ ഒരു പോസിറ്റിവിറ്റിയുടെ കളർ കോമ്പിനേഷൻ ഉൾപ്പെടെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പേരിട്ടത്. ഇപ്പോ അതിൻ്റെ അകത്തൊരു പേര് വിവാദമാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനിയിപ്പോ മാത്രമല്ല അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ചെന്നൈ നഗരത്തിൽ വന്നിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിത പരിസരത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ പോകുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് അല്ലേ? അതിന് ആ അർത്ഥത്തിലുള്ളൊരു രാഷ്ട്രീയമേ ഇല്ല. അതെ അതെ, ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ബുക്ക് വായിക്കാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ബുക്ക് വായിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരു ശതമാനം പോലും ഇതിൻ്റെ അകത്ത് അങ്ങനെ പറയത്തില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്.